ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 19, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസം ഹിന്ദു പത്രം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ എടുക്കുന്ന ന്യൂസ് ആണ് കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ നൽകി വരുന്നത്. അതായത് എക്സാംസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് കറണ്ട് അഫേഴ്സ് ആയിട്ട് JD's കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ജൂലൈ 19 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യൻ നേവി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ 32nd സിംബെക്സ് എക്സസൈസ്. ഇന്ത്യൻ നാവികസേന 32ാമത് സിംബെക്സ് അഭ്യാസത്തിൽ പങ്കെടുക്കും. സിംബെക്സ് എക്സസൈസ് അത് ഏത് രാജ്യം തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ നാവികസേനയും ഏത് രാജ്യത്തെ നാവികസേനയും തമ്മിലുള്ള ഒരു നാവികാഭ്യാസമാണ് സിംബെക്സ്. റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവി RSN എന്നറിയപ്പെടുന്ന റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവി ഇന്ത്യൻ നേവിയും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് സിംബെക്സ് എന്ന് പറയുന്ന എക്സസൈസ്. ഇത് 32ാമത്തെ എക്സസൈസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സിംബെക്സ് നാവികാഭ്യാസത്തിന്റെ മുൻ പേരെന്തായിരുന്നു? ലയൺ കിങ് എക്സസൈസ്. എക്സസൈസ് ലയൺ കിങ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ എക്സസൈസ് ഇത് ഇന്ത്യൻ നേവിയും സിംഗപ്പൂർ നേവിയും തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. പിന്നീട് തന്നെ സിംബെക്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതായത് സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ്. സിംബെക്സ് ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസിന്റെ 32ാമത്തെ പതിപ്പ് എവിടെ നടക്കും? സിംഗപ്പൂർ. എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സസൈസ് ആണ് സിംബെക്സ് എന്ന് പറയുന്ന സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ്. 32ാമത്തെ പതിപ്പ്, അതായത് ഈ വർഷം നടക്കാൻ പോകുന്നത് സിംഗപ്പൂർ ആണ്. ഇന്ത്യൻ നേവി അതിനുവേണ്ടി തിരിച്ചിരിക്കുകയാണ്. ഈ മാസം അവസാനമായിരിക്കുള്ളൂ സിംബെക്സ് എന്ന് പറയുന്ന 32ാമത്തെ എക്സസൈസ് നടക്കാൻ പോകുന്നത്. ആദ്യത്തെ സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ് എവിടെയാണ് നടന്നത്? ബേ ഓഫ് ബംഗാൾ ഇൻ 1994. 1994 ബേ ഓഫ് ബംഗാളിലാണ് ഇന്ത്യ സിംബെക്സ് എന്ന എക്സസൈസ്, അതായത് അന്നത് എക്സസൈസ് ലയൺ കിങ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ എക്സസൈസ് നടന്നിട്ടുള്ളത്. പിന്നീട് അത് സിംബെക്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സിംബെക്സ് എന്നാൽ സിംഗപ്പൂർ ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ്. റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ നേവി RSN എന്നറിയപ്പെടുന്ന സിംഗപ്പൂർ നേവി ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് സിംബെക്സ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ പൃഥ്വി 2 ആൻഡ് അഗ്നി 1 മിസൈൽ ഫ്രം ചാണ്ടിപ്പൂർ. ചാണ്ടിപ്പൂരിൽ നിന്ന് ഇന്ത്യ പൃഥ്വി 2 അഗ്നി 1 മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചു. ഏത് സംസ്ഥാനത്താണ് ചാണ്ടിപ്പൂർ മിസൈൽ ടെസ്റ്റിംഗ് റേഞ്ച് ഉള്ളത്? ഒരേ സമയത്ത് തന്നെയാണ് ഇന്ത്യ പൃഥ്വി 2 അഗ്നി 1 എന്ന 2 മിസൈൽസ് ടെസ്റ്റ് ഫയർ നടത്തിയിട്ടുള്ളത്. ഇത് ഏത് തീയതിയിലാണ് നടത്തിയിട്ടുള്ളത്, എവിടെയാണ് എന്നെല്ലാം നമുക്ക് നോക്കാം. 2025 ജൂലൈ 17 ഇന്ത്യ പൃഥ്വി 2 അഗ്നി 1 എന്നീ 2 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ തുടർച്ചയായി പരീക്ഷണങ്ങൾ ഏത് ഫയറിംഗ് റേഞ്ചിലാണ് നടത്തിയത്? ചണ്ഡിപ്പൂർ, ഒഡീഷ. ഒഡീഷയിലെ ഒരു മിസൈൽ ഫയറിംഗ് റേഞ്ച് ആണ് ചണ്ഡിപ്പൂർ. ഇവിടെയാണ് ജൂലൈ 17, അതായത് 2 ദിവസം മുമ്പ് പൃഥ്വി 2 അഗ്നി 1 എന്ന 2 മിസൈൽസ്, ഇത് രണ്ടും ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. പൃഥ്വി 2 അഗ്നി 1 എന്ന മിസൈൽസിന്റെ ഒരേ സമയത്തുള്ള ഒരു പരീക്ഷണങ്ങളായിരുന്നു ഒഡീഷയിൽ ചാണ്ടിപ്പൂർ നടന്നിട്ടുള്ളത്. അഗ്നി സീരീസിലെ ആദ്യത്തെ ഒരു മിസൈൽ ആണ് അഗ്നി 1. അതുപോലെ തന്നെ പൃഥ്വി എന്നതും ഇന്ത്യയുടെ വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണത്. പൃഥ്വി 2 ഹ്രസ്വദൂര മിസൈലിന്റെ പരിധി എന്താണ്? 350 കിലോമീറ്ററും 500 കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡ് വഹിക്കുന്നു. 350 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരെ ആ ടാർഗറ്റിനെ വളരെ മാരകമായിട്ട് പ്രഹരം ഏൽപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആണ് പൃഥ്വി 2 എന്ന് പറയുന്ന മിസൈൽ. ഇതിന്റെ റേഞ്ച് ആണ് 350 കിലോമീറ്റർ. ഒപ്പം തന്നെ ഇതിന് 500 കിലോഗ്രാം വരെ വെപ്പൻസ്, അതായത് മാരകമായിട്ടുള്ള ബോംബുകൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈൽ ആണ് ഈ പറയുന്ന പൃഥ്വി 2 ഷോർട്ട് റേഞ്ച് മിസൈൽ. അഗ്നി 1 ഹ്രസ്വദൂര മിസൈലിന്റെ പരിധി എന്താണ്? 700 മുതൽ 900 കിലോമീറ്റർ വരെ, 1000 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള, അതായത് പൃഥ്വി 2 മിസൈലിന് ശേഷം വന്നിട്ടുള്ള ഒരു മിസൈൽ ആണ് അഗ്നി 1. അഗ്നി 1 റേഞ്ച് അത് കുറച്ചുകൂടി, അത് 700 മുതൽ 900 കിലോമീറ്റർ വരെ. ഒപ്പം തന്നെ അതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള പേലോഡ് സിസ്റ്റമാണ് 1000 കിലോഗ്രാം. അഗ്നി 1 ഹ്രസ്വദൂര മിസൈലിന്റെ ആദ്യ പരീക്ഷണം ഏത് തീയതിയിലായിരുന്നു? 1989 മെയ് 22.
ഇതിപ്പോൾ ഏതാണ്ട് 36 വർഷം പഴക്കമുള്ള ആ ഒരു മിസൈൽ സിസ്റ്റം അന്നത് പരീക്ഷണം നടത്തിയിട്ടുള്ളത് 1989 മെയ് 22. അപ്പം എന്നായിരിക്കും പൃഥ്വി മിസൈലിൻ്റെ ആ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്? പൃഥ്വി 2 ഹ്രസ്വദൂര മിസൈലിൻ്റെ ആദ്യ പരീക്ഷണം ഏത് തീയതിയിലായിരുന്നു? 1988 ഫെബ്രുവരി 25. അതായത് 1988 ഫെബ്രുവരി 25 പൃഥ്വി 2 എന്ന് പറയുന്ന ആ മിസൈലിൻ്റെ പരീക്ഷണം. അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് പിന്നെ അഗ്നി വന്നിട്ടുള്ളത്. അത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് 1988 ഫെബ്രുവരി 25 പരീക്ഷണം നടത്തിയ ശേഷം പിന്നീട് അടുത്തൊരു മിസൈൽ സിസ്റ്റം ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളത് അഗ്നി 1 ആണ്. അത് 1989 മെയ് 22 അഗ്നി 1 അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 700 മുതൽ 900 കിലോമീറ്റർ ആണെങ്കിൽ പൃഥ്വി 2ൻ്റെ റേഞ്ച് ആണ് നേരെ പകുതി, അതായത് 350 കിലോമീറ്റർ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് INS നിസ്റ്റാർ, ദ ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ഡൈവിംഗ് സപ്പോർട്ട് വെസൽ. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ INS നിസ്റ്റാർ. ഇത് കറണ്ട് അഫയേഴ്സിൽ വന്നിരുന്ന ഒരാഴ്ച മുമ്പ്. അന്നത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുള്ള ദിവസം ആയതുകൊണ്ടാണ് വീണ്ടും അത് കറണ്ട് അഫയേഴ്സിലും അതുപോലെ തന്നെ പത്രങ്ങളിലും വന്നിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ നാവികസേനയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിർമ്മിച്ച ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് വെസലായ INS നിസ്റ്റാർ കമ്മീഷൻ ചെയ്തത് ഏത് തീയതിയിലാണ്? 2025 ജൂലൈ 18. ഇന്നലെ ജൂലൈ 18 ഇന്ത്യൻ നേവിക്ക് മറ്റൊരു കപ്പൽ ലഭിച്ചിരിക്കുകയാണ്. അതായത് INS നിസ്റ്റാർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഡൈവിംഗ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്പൽ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആഴക്കടലിൽ പോയിട്ട് ഡൈവിങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കപ്പലാണ്. പ്രത്യേകിച്ച് ആഴക്കടലിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കപ്പലാണ് നിസ്റ്റാർ എന്ന് പറയുന്ന കപ്പൽ. ഇത് ജൂലൈ 18 ഇന്നലെ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. 2025 ജൂലൈ 18 INS നിസ്റ്റാർ കമ്മീഷൻ ചെയ്യുന്ന വേളയിൽ സന്നിഹിതനായിരുന്ന പ്രതിരോധ സഹമന്ത്രിയുടെ പേര് രക്ഷാ രാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ് ആണ് സഞ്ജയ് സേത്ത്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണ് രാജ്നാഥ് സിംഗ്. എന്നാൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ് ആണ് സഞ്ജയ് സേത്ത്. അദ്ദേഹം ജൂലൈ 18 INS നിസ്റ്റാർ എന്ന കപ്പലിൻ്റെ കമ്മീഷൻ സമയത്ത് പ്രസൻസ് അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. INS നിസ്റ്റാർ ഇന്ത്യയിലെ ആദ്യത്തെ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ആണ്. ആദ്യമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് വെസലായ INS നിസ്റ്റാർ ഏത് ഷിപ്പിംഗ് കമ്പനിയാണ് നിർമ്മിച്ചത്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, വിശാഖപട്ടണം. ഇന്ത്യയിലെ വളരെ വലിയൊരു ഷിപ്പിംഗ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇത് വിശാഖപട്ടണത്താണ്. ഇവിടെയാണ് ഈ ഒരു കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഡൈവിംഗ് സപ്പോർട്ട് വെസൽ. ഇതിപ്പോൾ ജൂലൈ 18 ഇന്ത്യൻ നേവിക്ക് കമ്മീഷൻ ചെയ്തു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു സ്പോർട്സ് വാർത്തയാണ്. സുജിത് കൽക്കൽസ് വിൻസ് ഗോൾഡ് മെഡൽ അറ്റ് പോളിയാക് ഇംറെ ആൻഡ് വർഗ ജനോസ് മെമ്മോറിയൽ റാങ്കിംഗ് സീരീസ്. പോളിയാക് ഇംറെ ആൻഡ് വർഗ ജനോസ് മെമ്മോറിയൽ റാങ്കിംഗ് സീരീസിൽ സുജിത് കൽക്കൽ സ്വർണ്ണ മെഡൽ നേടി. സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പോളിയാക് ഇംറെ ആൻഡ് വർഗ ജനോസ് മെമ്മോറിയൽ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സുജിത് കൽക്കൽ സ്വർണ്ണ മെഡൽ നേടിയത് ഏത് കായിക ഇനത്തിലാണ്? ഗുസ്തി. ഇന്ത്യയുടെ ഒരു റെസ്ലിംഗ് താരമാണ് സുജിത് കൽക്കൽ. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന്, സുജിത് കൽക്കൽ അത് ഏത് ഇനവുമായി ബന്ധപ്പെട്ട സ്പോർട്സ് താരമെന്നാണ്. അത് ഗുസ്തിയാണ്, അതായത് റെസ്ലിംഗിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. പോളിയാക് ഇംറെ ആൻഡ് വർഗ ജനോസ് മെമ്മോറിയൽ ടൂർണമെന്റ് 2025 എവിടെയാണ് നടക്കുന്നത്? ബുദാപെസ്റ്റ്, ഹംഗറി. ഹംഗറി എന്ന രാജ്യം, ഈ രാജ്യത്തിന് തലസ്ഥാനമാണ് ബുദാപെസ്റ്റ്. ഇവിടെയാണ് പോളിയാക് ഇംറെ ആൻഡ് വർഗ ജനോസ് മെമ്മോറിയൽ ടൂർണമെന്റ് നടന്നിട്ടുള്ളത്. ഈ ഒരു ടൂർണമെന്റിലാണ് സുജിത് കൽക്കലിനെ റെസ്ലിംഗിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. സുജിത് കൽക്കൽ റെസ്ലിംഗ് ആണ്. പോളിയാക് ഇംറെ ആൻഡ് വർഗ ജനോസ് മെമ്മോറിയൽ ഇത് ഹംഗറിയിലാണ്. അതായത് ഹംഗറി എന്ന രാജ്യത്ത് ബുദാപെസ്റ്റ് എന്ന സ്ഥലത്താണ് ഈ ഒരു ടൂർണമെന്റ് നടന്നിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വളരെ കുറച്ചുള്ളൂ. തിങ്കളാഴ്ച വീണ്ടും കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.